തളിപ്പറമ്പിലെ നിയുക്ത MLA TK ഗോവിന്ദൻ നമ്മളോടൊപ്പം ചേരുകയാണ്. പക്ഷേ മലപ്പട്ടത്താണ്, ഇതൊരു മധുര പ്രതികാരം കൂടിയാണോ? ഇതിൽ പ്രതികാരത്തിന്റെ വിഷയമൊന്നുമില്ല. മലപ്പട്ടത്തുകാർ എന്നെ സ്നേഹിക്കുന്നവരാണ്, എന്നെ ഇഷ്ടപ്പെടുന്നവരാണ്, എൻ്റെ ശിഷ്യന്മാരാണ്, എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ പാർട്ടിക്കാരാണ്, എൻ്റെ UDF പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരാണ്. അവരൊക്കെ എന്നെ സ്നേഹിക്കുന്നവരാണ്. അതിൽ പ്രതികാരത്തിന്റെ വിഷയമൊന്നുമില്ല. ആ സ്നേഹപ്രകടനമാണ് ഇവിടെ കണ്ടത്. കൂകി വിളിച്ചവരുടെ വോട്ട് ഉൾപ്പെടെ മാഷ് നേടി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കണക്ക് വ്യക്തം. തീർച്ചയായിട്ടും കൂകി വിളിച്ചവരുടെ വോട്ട് ഉൾപ്പെടെ ഉണ്ട്. കൂകിപ്പിച്ചതാണല്ലോ. അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ആ കൂപിച്ചവർക്ക് തൊണ്ടക്കൊന്നും ഒരു അസുഖം വരാതെ ഇരിക്കണമേ എന്നൊരു അഭ്യർത്ഥന നിനക്കുള്ളത്. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. മലപ്പട്ടത്ത് ഒരുപാട് പാർട്ടിയുടെ നെടുങ്കോട്ടയാണ്, ഉരുക്കുകോട്ടയാണെന്നൊക്കെ അവകാശവാദങ്ങൾ മുൻപുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തകർത്തുകൊണ്ട് വെറും 600 വോട്ടിന് മാത്രം വ്യത്യാസം മാത്രമേ. ഒരു ഉരുക്കുകോട്ടയില്ല, ജനങ്ങളാണ്. ഉരുക്കല്ല, ജനങ്ങളാണ് പ്രധാനം. ജനങ്ങളാണ് അതിന്റെ പ്രതികാരവും, ജനങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഏതൊരു പ്രസ്ഥാനവും ജനങ്ങളെയാണ് ബഹുമാനിക്കേണ്ടത്. ജനങ്ങളെ ധിക്കരിച്ചാൽ, ജനങ്ങളെ വെല്ലുവിളിച്ചാൽ ഇതായിരിക്കും ഫലമെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം CPM-ന് കാണിച്ചു കൊടുത്തത്. MV ഗോവിന്ദന് എതിരായിട്ടുള്ള ഒരു ജനവിധി കൂടിയാണോ തളിപ്പറമ്പിൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് പാർട്ടിയുടെ നയത്തിനെതിരായിട്ടുള്ള വിധിയാണ്. അത് തിരുത്താൻ ഈ പാർട്ടി തയ്യാറാവണം. അതിന് നേതൃത്വം കൊടുക്കുന്ന MV ഗോവിന്ദൻ ഈ നയം തിരുത്തിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കണം. ഇനിയും MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരുന്നത് UDF-നും അതൊന്നും എന്റെ വിഷയമല്ല. അത് ഞാനിപ്പോ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഇനി CPM-ന്റെ കാര്യം പറയാൻ എനിക്ക് സാധിക്കില്ല. മുമ്പാണെങ്കിൽ എനിക്ക് പറയാം. ഇപ്പൊ ഞാൻ ആ പാർട്ടിയിലില്ല. അതുകൊണ്ട് ആ പാർട്ടി തീരുമാനിക്കണ്ടേ MV ഗോവിന്ദൻ വേണോ, MV കുഞ്ഞിരാമൻ വേണോ എന്നല്ല, അവർ തീരുമാനിച്ചോട്ടെ. മലപ്പട്ടത്ത് എന്തായാലും MLA എന്ന രീതിയിൽ ജനങ്ങൾക്ക് എപ്പോഴും കടന്നു വരാൻ, സമീപിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും. അത് പാർട്ടി പ്രവർത്തകർക്കും തീർച്ചയായിട്ടും ആർക്കും, ഏതൊരാൾക്കും വരാൻ വേണ്ടി പറ്റും. എന്തായാലും വലിയ ആവേശം, UDF പ്രവർത്തകരുടെ ഈ ആവേശം തന്നെ കാണാവുന്നതാണ്. കാരണം MV ഗോവിന്ദന് മലപ്പട്ടത്താണ് സ്വീകരണം നൽകുന്നത്. ആ മലപ്പട്ടം മണ്ഡലത്തിലാണ്, മലപ്പട്ടം പഞ്ചായത്തിന്റെ നടുവിലുള്ള സെന്ററിലാണ് ഈ UDF പ്രവർത്തകർ സ്വീകരണം നൽകുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് UDF പ്രവർത്തകർ MV ഗോവിന്ദന് സ്വീകരണം നൽകിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേശ്വർ വൈശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.